24x7 ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യയ്ക്ക് പിന്നാലെ ഇറാനെയും ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ്. ആഗോള വ്യാപാര വിപണിയെ പിടിച്ചുകൊലുക്കുന്ന ട്രംപിൻ്റെ പുതിയ താരിഫ് ബോംബ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ രണ്ടാം ഊഴത്തിലെ ആദ്യത്തെ പ്രധാന സാമ്പത്തിക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾക്ക് 20% ഇറക്കുമതി തിരിവ് ചുമത്തുമെന്നും ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ട ഈ ഉത്തരവ് അന്തിമമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് നേരത്തെ പ്രഖ്യാപിച്ച 25% പിഴച്ചുങ്കത്തിന് പുറമെയാണിത്. ഇതോടെ ഇറാനുമായും റഷ്യയുമായും വ്യാപാരമുള്ള ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ മൊത്തം 50% നികുതി നൽകേണ്ടി വരും. ഇന്ത്യ ഇറാൻ സൗഹൃദ കരാറിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ വരുന്ന ഈ പ്രഖ്യാപനം ഇന്ത്യയുടെ ഡ്രൈ ഫ്രൂട്ട്സ്, മരുന്ന്, അരി കയറ്റുമതി മേഖലകളെ സാരമായി ബാധിച്ചേക്കാം. ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്ക് പിന്നാലെ ട്രംപ് നടത്തുന്ന ഈ സാമ്പത്തിക നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സൂചന നൽകി മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറി നിൽക്കില്ലെന്നും വിജയസാധ്യത പരിഗണിച്ചാണ് ജനങ്ങൾ തൻ്റെ പേര് നിർദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന് MLA സ്ഥാനം നഷ്ടമായേക്കാം. കോടതി ശിക്ഷിച്ചാലോ സഭാസമിതിയുടെ ശുപാർശ പ്രകാരം സ്പീക്കർ തീരുമാനമെടുത്താലോ അയോഗ്യത വരാം. പോലീസിൻ്റെ കണ്ടെത്തലുകളും എത്തിക്സ് കമ്മിറ്റിയുടെ നിലപാടുമാണ് ഇനി നിർണായകം. കേരള കോൺഗ്രസ് എം ഇടതു മുന്നണി വിട്ട് UDFിലേക്ക് മടങ്ങുന്നു എന്ന അഭ്യൂഹം ശക്തമാകുന്നു. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ നേരിട്ട് വിളിച്ചതായും KC വേണുഗോപാൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതായും സൂചനയുണ്ട്. ഇതിൻ്റെ ഭാഗമായി LDF ജാഥയിൽ നിന്ന് ജോസ് കെ മാണി പിന്മാറിയേക്കാം. പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ല കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജനുവരി 16 വൈകുന്നേരം 4 മണി വരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് സമയം അനുവദിച്ചത്. കസ്റ്റഡി ആവശ്യമില്ലെന്ന് പ്രതിഭാഗത്തിൻ്റെ വാദം തള്ളിയ കോടതി അന്നേ ദിവസം തന്നെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം.